വെറും 23 വയസ്സുകാരനാണ് 6 പേരെ വെട്ടിക്കൊന്നത് എന്ന് പറയുമ്പോൾ ഞെട്ടലോടെയാണ് ലോകം ഇന്ന് ആ വാർത്ത ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് കണ്ടത്. നമ്മൾ പലരെയും അവർ പറയുന്നത് മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു. 2-3 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ക്രൈം റേറ്റ് ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ക്രിമിനൽ മൈൻഡുമാണ് വളർന്നു വരുന്ന യുവതലമുറയ്ക്കുള്ളത്. നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ അടുത്തടുത്ത് കാണുന്ന കാര്യങ്ങളാണിത്. പക്ഷേ ഇത് പലപ്പോഴും മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു ഘടകമുണ്ട്. ഈ ഒരു അടുത്ത കാലത്തായി കഴിഞ്ഞ 2 വർഷത്തോളായി മലയാള സിനിമാ മേഖല അടച്ചു വാഴുന്ന ക്രൈം ടില്ലറുകൾ, അതായത് പണ്ടൊക്കെ മയക്കുമരുന്നും കൊലപാതകമൊക്കെ ചെയ്യുന്നത് ക്രിമിനലുള്ള വില്ലന്മാരായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ നായകന്മാരായിട്ട് പരിണാമപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മദ്യപിക്കുകയും നന്നായി മയക്കുമരുന്ന് ഉപയോഗിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു നായക സങ്കല്പമായിട്ടാണ് കുട്ടികൾ ഇത് കണ്ടു വളരുന്നത്. അപ്പോൾ സിനിമയുടെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കുന്നത് ചെറുതൊന്നും അല്ലാന്നും കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതും ഇത്തരം സിനിമകൾക്ക് കേരള സംസ്ഥാനത്ത് അല്പം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും വളരെ നന്നായിരിക്കും. കാരണം സിനിമയാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുള്ള സമൂഹമാണ് നമ്മുടേത്. എന്ത് ചെയ്തും പണം നേടണം, പണമാണ് വലുത് എന്ന രീതിയിലേക്കുള്ള സന്ദേശങ്ങൾ കൊടുത്ത് അത് ക്രൈം ത്രില്ലാക്കി എങ്ങനെയൊക്കെ സയന്റിഫിക്കലി ഒരാളെ കൊല്ലാം എന്നുള്ളൊരു ചിന്തകളൊക്കെ മെല്ലെ മെല്ലെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ തലയിലേക്ക് ഇവർ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അവരതിൻ്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയിട്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. ഒരുപാട് ക്രൈം ത്രില്ലറുകൾ കണ്ട് ശീലിച്ച ഒരാൾക്ക് എന്തായാലും ആ ഒരു മൈൻഡ് ഉണ്ടാവും. അതുണ്ടാവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. മെഡിറ്റേഷൻ ചെയ്തിട്ട് മനസ്സ് റിലാക്സ് ആവുന്നവർക്ക് കുറച്ച് ഇഞ്ചെക്ട് ചെയ്തിട്ട് ക്രിമിനൽ മൈൻഡ് ഇഞ്ചെക്ട് ചെയ്ത് എന്തുകൊണ്ടാവില്ല? എന്തുകൊണ്ട് നിങ്ങളത് ചിന്തിക്കുന്നില്ല?